ശിവായ. ഹര ഹര ശിവശങ്കര. ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ അനുഗ്രഹവും കൃപയും ഉണ്ടാകുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ദ്വാദശ, അതായത് 12 പ്രധാനപ്പെട്ട ശിവലിംഗങ്ങളെ കുറിച്ചും അതിന്റെ കീർത്തനങ്ങളെ കുറിച്ചുമൊക്കെ ഗുരു പറഞ്ഞു തന്നു. ആ കീർത്തനങ്ങൾ എല്ലാവരും ജപിക്കുന്നുണ്ട്, പലരും ചൊല്ലി കേൾപ്പിക്കുന്നുമുണ്ട്. സന്തോഷം. നന്നായി തന്നെ ജപിക്കുക, നല്ല പോലെ ജപിക്കുക. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ള കാര്യം ഓങ്കാരത്തിൽ പരമേശ്വരന്റെ ജ്യോതിർലിംഗത്തിന്റെ ആവിർഭാവമാണ്. നമ്മൾ ആ കീർത്തനം സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം. ആ കീർത്തനത്തിൽ മഹാകാലം ഓങ്കാരേ പരമേശ്വരം, അതിൽ ഓങ്കാരത്തിൽ പരമേശ്വരനായി വന്ന ഒരു അവതാരമുണ്ട്. അവതാരമല്ല, ഭഗവാന്റെ ഒരു വേഷപ്പകർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഓങ്കാരത്തിലെ പരമേശ്വരന്റെ ജ്യോതിർലിംഗത്തെ കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാം. കീർത്തനം ചൊല്ലുന്നവർക്ക് ഈ ജ്യോതിർലിംഗമൊക്കെ എങ്ങനെയാണ് ആവിർഭവിച്ചത് എന്ന് അറിഞ്ഞിരിക്കുന്നതും വളരെ നല്ല കാര്യമല്ലേ. ഒരിക്കൽ നാരദമുനി ഗോകർണം എന്ന ഭഗവാന്റെ സമീപത്തെത്തി. ഗോകർണം എന്ന പേരിൽ ഭഗവാനൊരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ എത്തി വളരെ ഭക്തിപൂർവ്വം ഭഗവാനെ സേവിച്ചു തുടങ്ങി. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു കഥയിൽ വെളിപ്പെടുത്താം, ഗോകർണം എന്ന ഭഗവാന്റെ ആ ഒരു അവസ്ഥ. ഇപ്പോൾ ഇത് കേൾക്കുക. അങ്ങനെ കുറച്ചു നാൾക്കു ശേഷം നാരദമുനി അവിടെ നിന്നും പർവ്വത ശ്രേഷ്ഠനായ വിന്ധ്യൻ, നമ്മുടെ ദേശീയ ഗാനത്തിൽ ഇരിക്കുന്ന വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ എന്ന് കേൾക്കാറില്ല. അതിൽ വിന്ധ്യൻ, ആ വിന്ധ്യന്റെ അടുക്കലെത്തി. അങ്ങനെ നാരദ മഹർഷിയെ കണ്ട് വിന്ധ്യൻ വളരെ ആദരപൂർവ്വം സൽക്കരിച്ചിരുത്തിയ ശേഷം താൻ എല്ലാം തികഞ്ഞവനാണെന്ന ഭാവത്തോടെ നാരദമുനിയുടെ മുമ്പിൽ ആ പർവ്വതം ഇങ്ങനെ നിലയുറപ്പിച്ചു. അപ്പോൾ നാരദന് ഏതാണ്ട് വിന്ധ്യൻ അഹങ്കാരിയാണെന്ന് തോന്നി. അങ്ങനെ ആ അഹങ്കാരിയുടെ സംസാരവും എല്ലാം കേട്ടിട്ട് നാരദമുനി ഞാൻ നെടുവീർപ്പിട്ടു. കാരണം അഹങ്കാരിയുടെ മുന്നിൽ തിരിച്ചു മറുപടി കൊടുക്കുക എന്നുള്ളതല്ല, ആ അഹങ്കാരം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നാരദമുനി നെടുവീർപ്പിട്ട് എല്ലാം കേട്ടുമിണ്ടായിരുന്നു. അങ്ങനെ തന്റെ പുകഴ്ത്തി പറയലും എല്ലാം തികഞ്ഞവനെന്ന രീതിയിലുള്ള വർത്തമാനവും എല്ലാം കേട്ടുകൊണ്ട് നാരദമുനി മൗനമായിട്ടിരിക്കുകയും ഇടയ്ക്ക് നെടുവീർപ്പിടുകയും ചെയ്തു. ഇതുപോലെ നമ്മുടെയൊക്കെ മുന്നിൽ ചില ആൾക്കാർ വന്നിട്ട് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയും. ചിലപ്പോൾ അവരെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു വേറിട്ടൊരു വ്യക്തിയാണെങ്കിൽ കൂടി അവർ എന്ത് ചെയ്യും? അവരുടെ കഴിവുകളെ 10 മടങ്ങായി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ പറയും. എന്നാൽ മറ്റു ചിലരുണ്ട്, എന്താ ചെയ്യുന്നത്? അവര് അങ്ങനെയൊന്നുമല്ല. അവർ ഈ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടിട്ട് അത് വലുതായിട്ട് നുണപ്രചരണം നടത്തുന്നവരുണ്ട്. ഈ രണ്ട് വർത്തമാനത്തിന്റെ രീതിയാണ് ഗുരു സംസാരിക്കുന്നത്. ഒന്ന്, സ്വയം പുകഴ്ത്തി പറയുക, ഞാൻ എന്തൊക്കെയാണ്, എന്റെ മുന്നിൽ നിൽക്കാൻ ആരും യോഗ്യരല്ല, എന്റെ ഇടവും വലവും നിൽക്കാൻ ആരും യോഗ്യരല്ല, ഞാൻ എല്ലാ മനുഷ്യരെക്കാളും മേലെയാണ്, ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. എന്നാൽ നേരെ മറിച്ച് മറ്റൊരാൾക്കാർ എന്താ പറയുന്നേ? അവൻ അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ ഇഴഞ്ഞു പോയാൽ പറന്നു പോയെന്ന് പറയുന്ന പോലെ, ഒരു വസ്തു ഇഴഞ്ഞായിരിക്കും പോകുന്നത്, പക്ഷെ അതിനെ ചെന്ന് മറ്റുള്ളവരുടെ അടുത്തോട് പറയുമ്പോൾ ആ വസ്തു പറന്നുപോയി എന്ന് പറയുന്നൊരവസ്ഥ. അതുപോലെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. ഉടനെ പോയിട്ട് അത് മറ്റൊരാളുടെ അടുത്ത് എന്ത് ചെയ്യും? ആ വ്യക്തി പറയാത്ത കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് അതിന് നുണപ്രചരണം എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി വമ്പും ആഹ്ലാദവും ഒക്കെ കൂട്ടി പറഞ്ഞു കൊടുക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊരു രീതിയിലുള്ള സംസാരമാണ് വിന്ധ്യൻ ഇവിടെ സംസാരിച്ചത്. ഞാൻ എല്ലാം തികഞ്ഞ് നിൽക്കുന്നവനാണ്. അപ്പോൾ നാരദമുനി ഇതെല്ലാം കണ്ട് എന്ത് ചെയ്തു? മൗനമായിട്ടിരുന്നിട്ട് നെടുവീർപ്പിട്ടു. ഇതുപോലെ തന്നെയാണ് നമ്മളും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് അത് ശരി, ഓ, ഒന്നും വേണ്ടണ്ട, കേൾക്കുക,
അത് ഒരു നെടുവീർപ്പിൽ അവസാനിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിന്ധ്യൻ നാരദമുനിയോട് പറയുകയാണ്, അല്ലയോ ദേവർഷി, എന്റെ അടുക്കൽ സകലതുമുണ്ട്. ഒരിക്കലും ഒരു കാര്യത്തിനും ഇവിടെ കുറവുണ്ടായിട്ടില്ല. എല്ലാം വളരെ സമൃദ്ധമായി തന്നെയുണ്ട്. പക്ഷെ അങ്ങയുടെ മുഖം കണ്ടിട്ട് ഇവിടെ എന്തോ കുറവുള്ളതുപോലെ തോന്നുന്നല്ലോ. അങ്ങ് ദീർഘനിശ്വാസം വിട്ടതിന് എന്താണ് കാരണമെന്ന് അറിയിച്ചാലും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ടും മിണ്ടാതെ ഇരിക്കുന്നു, ദീർഘനിശ്വാസം വിടുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇതുപോലെ പെരുമാറുമ്പോൾ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അയാളുടെ അഹങ്കാരത്തെ മാറ്റുന്ന രീതിയിലേക്ക്, നിങ്ങളെക്കാളും വലിയ ഒരാളുണ്ടല്ലോ, നിങ്ങളെക്കാളും നല്ല ഒരാളുണ്ടല്ലോ, നിങ്ങളെക്കാളും വലിയ ഒരാളുണ്ടല്ലോ, അതാരാണ്? അത് കൈലാസത്തിലിരിക്കുകയാണ്, എൻ്റെ അപ്പനാണ്, ശിവഭഗവാൻ എന്നാണ് പേര്. അതിനപ്പുറം ഉയരാൻ ശ്രമിക്കുമോ? ഇല്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് പിൻവാങ്ങാം. അതുപോലെ നുണപ്രചരണം നടത്തുന്നവരുടെ മുന്നിൽ നിന്നിട്ടും നമുക്ക് ഇതുപോലൊരു കാര്യം കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ അവർ പ്രചരണം അവസാനിപ്പിക്കും. അത്രയേ ഉള്ളൂ. നമ്മളതിന് കൂടുതൽ വളം വെച്ചു കൊടുക്കാതിരുന്നാൽ മതി. അങ്ങനെ ദീർഘനിശ്വാസം വിട്ടതിന് കാരണം എന്താണെന്ന് അറിയിച്ചാലും എന്ന് വിന്ധ്യൻ പറഞ്ഞു. അത് കേട്ട് നാരദൻ പറഞ്ഞു, സഹോദര, വിളിക്കുന്നു നോക്കണേ, സഹോദര എന്നാ വിളിക്കുന്നത്. അപ്പോൾ നമ്മോട് ഇതുപോലെ എന്തെങ്കിലും വമ്പത്തരം പറയുന്ന ഒരാളിനെ നമ്മൾ സഹോദര എന്ന അഭിസംബോധന ചെയ്യില്ല. ഓ അവൻ, അവൾ, മറ്റെന്തെങ്കിലുമൊക്കെ നമ്മുടെ പേരുകളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ മലയാളികളുടെ അവൾ, അങ്ങനത്തവൾ, ഇങ്ങനത്തവൻ, ഇങ്ങനെയൊക്കെ കുറെ ഇതില്ലേ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇതെല്ലാം കേട്ടിട്ട് നാരദൻ പറയുകയാണ്, സഹോദര, നിങ്ങളുടെ പക്കൽ എല്ലാം ഉണ്ടെന്ന് ശരി തന്നെ. പക്ഷേ നിങ്ങളെക്കാൾ എത്രയോ ഉയർന്നവനാണ് മേരു. ഈ മേരു ആരാണെന്നുള്ള കാര്യം, മഹാമേരു നമ്മൾ പറഞ്ഞു. ഈ മഹാമേരു എന്ന് പറയുന്നത് മറ്റു പല മതസ്ഥരും പറയുന്ന മഹാമേരു അല്ല. അവർ മഹാമേരുവിനെ രാക്ഷസനായിട്ടാണ് കാണുന്നത്. അവർ മഹാമേരു എന്ന് പറയുന്നതിനെ ഒരു സർപ്പമായിട്ടാണ് കാണുന്നത്. ഈ മേരു എന്ന് പറയുന്നത് ഒരു പർവ്വതമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും മഹാമേരു എന്ന് പറയുന്ന വാക്ക് ഒരു സർപ്പത്തെയും സൂചിപ്പിക്കുന്നതല്ല. നമ്മുടെ ഭാരതീയ സംസ്കൃത ഭാഷയിലും നമ്മുടെ ഇന്ത്യയിലെ ഒരു ഭാഷയിലും, അത് പഞ്ചാബ് ആണെങ്കിലും ഗുജറാത്തി ആണെങ്കിലും മറാത്തി ആണെങ്കിലും ദ്രാവിഡ ആണെങ്കിലും ബംഗാളി ആണെങ്കിലും മലയാളി ആണെങ്കിലും തമിഴാണെങ്കിലും മഹാമേരു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സർപ്പമല്ല. മഹാമേരു എന്ന് പറയുന്നത് നരകത്തിലെ ഒന്നുമല്ല. മഹാമേരു എന്ന് പറയുന്നത് പകുതി കടലിന് മുകളിലും പകുതി കടലിന്റെ അടിയിൽ ഏകദേശം പാതാളത്തോളം താഴ്ന്നു കിടക്കുന്ന, ഭൂമിയുടെ മധ്യഭാഗത്തോളം താഴ്ന്നു കിടക്കുന്ന ഒരു പർവ്വതമാണ് മേരു പർവ്വതം എന്ന് പറയുന്നത്. ഇതിന്റെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ദർശിക്കുവാൻ കഴിയൂ. അതിന്റെ ബാക്കിയേറിയ പങ്കും ഭൂമിക്കടിയിൽ തന്നെയാണുള്ളത്. ആ മേരു പർവ്വതമാണ് ഭൂമിയെ ഇന്ന് ഈ രീതിയിൽ നിലനിർത്തുന്നതും. അതൊക്കെ ശാസ്ത്രമാണ്. ഗുരു അത് പിന്നീട് ഒരിക്കൽ പറയാം. അത് ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിൽ ചുറ്റുവാനും സൂര്യനുമായിട്ടുള്ള അകലം പ്രാപിക്കാനും ഭൂമിയുടെ സന്തുലിതാവസ്ഥയും ചരിവും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ മേരു എന്ന് പറയുന്ന ഒരു പർവ്വതമാണ്. അത് അതിന്റെ ഭൂമിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭൂമിക്ക് അടിയിൽ തന്നെ എത്ര സമുദ്രങ്ങളുണ്ടെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ഈ കാണുന്ന സമുദ്രം ഭൂമിക്ക് മുകളിലല്ലേ, ഭൂമിക്ക് അടിയിലുണ്ട് സമുദ്രം. ശാസ്ത്രജ്ഞന്മാർ ഒരിക്കലും അത് കണ്ടുപിടിക്കും. ഭൂമിക്കടിയിൽ അനേകം സമുദ്രങ്ങളുണ്ട്, പർവ്വതങ്ങളുണ്ട്. അതിൽ ആണ് ഈ പർവ്വതം നിൽക്കുന്നത്. ഈ മേരു പർവ്വതത്തിലാണ് സകല ദേവന്മാരും വസിക്കുന്നത്. മഹാവിഷ്ണു, ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാദേവനുമുണ്ട്. 33 കോടി ദേവാദി ദേവകളും ഈ മഹാമേരുവിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഭൂമിയുടെ മധ്യഭാഗത്തായിട്ടാണുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുവാനുണ്ട്. അത് ഭാരതത്തിലാണ് ഈ മേരു പർവ്വതത്തിന്റെ തുടക്കം. നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് തൊട്ട് കിടക്കുന്നു. ഹിമാലയം മുകളിലേക്ക് നിൽക്കുന്നു. അതിൽ നിന്നും പതുക്കെ കടലിലേക്ക് ഇറങ്ങി അത് മേരു പർവ്വതമായി മാറുന്നു. അതൊരുപാട് ചരിത്രമാണ്. നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ചരിത്രമാണ്. അത് ശാസ്ത്രീയമായി ഇപ്പോൾ അംഗീകരിക്കുന്നുമുണ്ട്. അതിനെക്കുറിച്ച് ഗുരു പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പോൾ നാരദൻ പറയുന്നു, സഹോദര, നിങ്ങളുടെ പക്കൽ എല്ലാം ഉണ്ടെന്ന് ശരി തന്നെ. പക്ഷെ നിങ്ങളെക്കാൾ എത്രയോ ഉയർന്നവനാണ് മേരു എന്ന് പറയുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് മേരു എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയവുമായി തൊട്ട് കിടക്കുകയാണ് മേരു പർവ്വതം. കുറെ ഭാഗങ്ങൾ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ കുറെ ഭാഗം കടലിലും കിടക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറിയ പങ്ക് മുകളിൽ ആയെന്നിരിക്കാം. പക്ഷെ പിന്നീട് കുറെ ഭാഗം, ഏകദേശം ഭൂമിയുടെ മധ്യഭാഗം വരെ ഈ പർവ്വതത്തിന്റെ അകക്കാമ്പ്, ഉള്ളിലേക്ക് പർവ്വതം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അവന്റെ ശിഖരങ്ങൾ ദേവലോകം വരെ എത്തുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ശിഖരങ്ങളോ
സജ്ജനങ്ങളെ ഈ മേരു പർവ്വതം എന്ന് പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണരുത്. ഹിമാലയത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹിമാലയത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ആദ്യകാലത്ത് ഇതെല്ലാം ഒന്നായി നിന്നിരുന്നു. ഹിമാലയം, നമ്മളെ ഇപ്പോൾ ഈ പറയുന്ന ചൈന, ടിബറ്റ്, ഇപ്പോൾ ചൈന, കൈലാസം, അതൊക്കെ ഒരുപാട് നമ്മുടെ ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ ഹിമാലയവുമായി തൊട്ട് തന്നെയാണ് എല്ലാം നിൽക്കുന്നത്. ഇത് തൊട്ട് ഗുരു ഒരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ? ഇവിടെ നിന്ന് ഈ ഹിമാലയത്തിന്റെ ഇത് നോക്കി പോയി കഴിഞ്ഞാൽ ഹിമാലയം നേരെ പോയിട്ട് താഴേക്ക് ഇറങ്ങുന്നു, കുറെ ഭാഗം കടലിലേക്ക് ഇറങ്ങുന്നു, പിന്നെ ഇതിങ്ങനെ പോയിരിക്കുകയാണ്. പ്രകൃതി ഇങ്ങനെ ഒഴുകി നിൽക്കുകയാണ്. അതൊരു അത്ഭുതകരമായ ഒരു കാര്യമാണത്. സാധാരണ ഒരു മനസ്സിനത് ചിന്തിക്കുവാൻ കഴിയില്ല. അതിൽ ഭഗവത് സാന്നിധ്യം വേണം, എന്നാലേ അത് കൂടുതലായിട്ട് അറിയുവാനും കഴിയൂ. അതുകൊണ്ട് തന്നെ ഗുരു ഇപ്പോൾ ഇവിടെ സംസാരിച്ചാൽ അതിന് തർക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് തർക്ക വിഷയങ്ങൾ ഗുരു പറയാതിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ദേവലോകം വരെ എത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ദേവന്മാരെല്ലാവരും അതിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത്രയും പറഞ്ഞ ശേഷം നാരദൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. വേറെ ഒന്നുമില്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇട്ടുകൊടുത്തു, എന്നിട്ട് മടങ്ങിപ്പോയി. ഇത് കേട്ട വിന്ധ്യൻ ആകെ കുഴപ്പത്തിലായി. തന്റെ ജീവിതം നിരർത്ഥകമായി തീർന്നിരിക്കുന്നല്ലോ എന്നോർത്ത് അയാൾ വ്യസനിച്ചു. പിന്നീട് ഭഗവാനെ തപസ് ചെയ്തു. നമ്മുടെ ഭഗവാൻ ശിവഭഗവാനെ തപസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ആ ഒരു ഉദ്ദേശത്തോടു കൂടി തപസ് ചെയ്യുവാൻ, വിശ്വനാഥനെ അഭയം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് വിന്ധ്യൻ എന്ത് ചെയ്തു? ഓങ്കാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോയി. ഈ ഓങ്കാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി ശിവന്റെ പാർത്ഥിവലിംഗം സ്ഥാപിച്ചു. അങ്ങനെ അവിടെ ഒരു ശിവലിംഗം ഉണ്ടാക്കി ആരാധിച്ചു. അങ്ങനെ 6 മാസം തുടർച്ചയായി ആരാധിച്ച ശേഷം ദൃഢമായി തന്നെ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. എന്തായാലും ഭഗവാനെ കണ്ടിട്ടേ ഉള്ളൂ കാര്യമെന്ന് കരുതി തപസ് തുടങ്ങുകയും അങ്ങനെ നിശ്ചലനായിരിക്കുന്ന വിന്ധ്യന്റെ തപസ് കണ്ട് മഹാദേവൻ വളരെ പ്രസന്നനായിട്ട് വിന്ധ്യന് തന്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. ഇത് യോഗികൾക്ക് പോലും അസാധ്യമായിരുന്ന കാര്യമായിരുന്നു അത്. കാരണം ആ ഒരു രൂപം കാണുക എന്ന് പറയുന്നത്, ആ രൂപം വിന്ധ്യൻ കണ്ടു എന്നാ പറയുന്നത്. അത്രയ്ക്ക് കഠിനമായ പ്രാർത്ഥനയായിരുന്നു. യോഗികൾക്ക് പോലും അസാധ്യമായിരുന്ന കാര്യമായ ആ ഒരു രൂപം കണ്ടു. അങ്ങനെ സന്തുഷ്ടനായി മഹേശ്വരൻ വിന്ധ്യനോട് ഇപ്രകാരം പറഞ്ഞു: വിന്ധ്യ, നീ എന്റെ ഭക്തനാണ്, അതിനാൽ ഞാൻ നിന്നിൽ പ്രസന്നനായിരിക്കുന്നു. എന്ത് വരം വേണമെന്ന് ചോദിച്ചു കൊള്ളുക, അത് നാം നൽകുന്നതാണ്. വിന്ധ്യ പർവ്വതം പറഞ്ഞു: മഹാദേവ, ദേവദേവ, ഭക്തവത്സലനായ ഭഗവാനെ, അവിടുന്ന് സന്തുഷ്ടനാണെങ്കിൽ എനിക്ക് കാര്യസിദ്ധിക്ക് ഉതകുന്ന ബുദ്ധിവിശേഷം പ്രദാനം ചെയ്യുക. നോക്കിക്ക്, ഇതാണ് അഹങ്കാരത്തോടു കൂടി എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് മറ്റതുണ്ട്, എനിക്ക് ഇന്നതുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ട്, അവനെ പോലെയല്ല ഞാൻ, അവളെ പോലെയല്ല ഞാൻ ഇതാണ്, ഞാൻ ഇത്തിരി ഉയരത്തിലാണ്, എൻ്റെ ഇരിപ്പിടം ഇതല്ല, എനിക്കതാണ്, ഞാൻ ആ ഭവനത്തിൽ കയറില്ല, അത് ചെറുതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ വാഹനത്തിൽ സഞ്ചരിക്കില്ല, ഞാൻ ഇങ്ങനത്തവനാണ്, ഞാൻ ഇങ്ങനത്തവളാണ്, അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നവരുടെ ഒരു സ്വഭാവം. അല്ലെങ്കിൽ തനിക്കുള്ളത് മാത്രമാണ് ഈ ലോകത്തൊരു മനുഷ്യനുള്ളതെന്നും തനിക്കുള്ളത് മാത്രമാണ് സൗഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ തനിക്കുള്ളത് മാത്രമാണ് തനിക്ക് സ്വന്തമായിട്ടുള്ളത്, അത് തനിക്ക് മാത്രമുള്ളതാണെന്നുള്ള ചിന്തയും ഒക്കെ വെച്ചുകൊണ്ടൊരു അഹങ്കാര ചിന്തയുണ്ടായിരുന്നു വിന്ധ്യന്. ആ വിന്ധ്യന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മേരുവിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ നമ്മളെല്ലാവരും വിചാരിച്ച എന്തുവാണ്? വിന്ധ്യൻ തപസ്സു ചെയ്യാൻ പോയത് മേരുവിനേക്കാൾ ഉയരത്തിലെത്തണമെന്നും മേരുവിനേക്കാൾ വളരണമെന്നും മേരുവിനെ പോലെ ദേവതകൾ വന്ന് വസിക്കണമെന്നും വിന്ധ്യൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേരുവിനേക്കാൾ വലിയവനാകണമെന്നുള്ള വരം ചോദിക്കാനായിരിക്കും എന്ന് നമ്മൾ കരുതിയെങ്കിൽ, ഇവിടെ വിന്ധ്യൻ ചോദിച്ച വരം ഇതാണ്: ദേവദേവ, ഭക്തവത്സലനായ ഭഗവാനെ, അവിടുന്ന് സന്തുഷ്ടനാണെങ്കിൽ എനിക്ക് കാര്യസിദ്ധിക്കുതകുന്ന ബുദ്ധിവിശേഷം പ്രദാനം ചെയ്യുക. എന്റെ കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വേ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിവിശേഷം എനിക്ക് തന്നാൽ മതി. അങ്ങെനിക്ക് മറ്റൊരു വരവും തരണ്ട. എനിക്ക് സ്വർണമോ സമ്പത്തോ മറ്റോ വീടോ അല്ലെങ്കിൽ എന്താ പറയുന്ന ശത്രുനാശമോ അമാനുഷിക ശക്തിയോ ഒന്നും തരണ്ട. എന്റെ കാര്യസിദ്ധിക്കുതകുന്ന ബുദ്ധിവിശേഷം പ്രദാനം ചെയ്യുക. ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത്, ഓരോരോ കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏതു രീതിയിൽ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യങ്ങളിൽ വിജയം കണ്ടെത്താം എന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു വരം എനിക്ക് തരണം. ആ ബുദ്ധിവിശേഷം എനിക്ക് തന്നാൽ മതി. എൻ്റെ ബുദ്ധി മന്ദീഭവിച്ചു പോകരുത് ഭഗവാനേ. ഇതുപോലെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ ബുദ്ധി മന്ദീഭവിച്ചു പോകരുത്, എനിക്ക് കാര്യസിദ്ധിക്കുള്ള എനിക്ക് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള, എന്റെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിവിശേഷം എനിക്ക് അങ്ങ് തന്നാൽ മതി. അതായത്
എന്റെ ബുദ്ധിയെ തെളിയിച്ചു തന്നാൽ മതി എന്നാണ് വിന്ധ്യൻ ആവശ്യപ്പെട്ടത്. ഈ കാര്യം തന്നെയല്ലേ മക്കളെ ഗുരുവും മഹാദേവ പ്രചാരക സംഘവും ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിവിശേഷത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. മഹാദേവന്റെ ഇച്ഛപ്രകാരവും മഹാദേവന്റെ ആഗ്രഹപ്രകാരവും ഞങ്ങൾ നിങ്ങളിൽ കാര്യസിദ്ധിക്കുള്ള ബുദ്ധിവിശേഷം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ചിന്തകളിലും തന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ പേർ അതനുസരിച്ചു, രക്ഷപ്പെട്ടു. കുറെ പേർ ഇപ്പോഴും പഴയപടി തന്നെ നിൽക്കുന്നു. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് ഗുരു ആദ്യമേ പറഞ്ഞത് പൂജ, തകിടെഴുത്ത്, നൂലുജപം, കാഞ്ഞിരക്കുറ്റി, മന്ത്രവാദം, മുട്ടതല്ലി പൊട്ടിക്കൽ, വാഴപ്പിണ്ടി വെട്ടൽ, ഇത്തരം ചടങ്ങുകളിലോട്ടൊന്നും പോകരുത്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സകലതിനും സർവ്വതിനും അധിപനായിരിക്കുന്ന മഹാദേവൻ നിങ്ങളുടെ പിതാവായിട്ട് നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ പിന്നെ നിങ്ങൾ ആരെ ഭയപ്പെട്ട്, എന്തിന് മറ്റുള്ള മനുഷ്യനെ ആശ്രയിച്ച്, എന്തിന് ഒരു വാഴപ്പിണ്ടിയൊക്കെ വെട്ടണം, എന്തിനൊരു കാഞ്ഞിരക്കുറ്റിയെ നൂല് ചുറ്റണം, എന്തിനൊരു മുട്ട തല്ലി പൊട്ടിക്കണം, എന്തിന് 60,000 70,000 കൊടുത്ത് പൂജകൾ നടത്തണം? ഇതൊക്കെ നിന്ന് മുക്തം. ആ ഒരു ചിന്ത മാറിയാൽ മാത്രമേ നിങ്ങളിലേക്ക് ബുദ്ധി പ്രവേശിക്കുകയുള്ളൂ. അല്ലാതെ മന്ത്രവാദത്തിൽ കൂടിയോ ആഭിചാരത്തിൽ കൂടിയോ അന്യനെ നശിപ്പിക്കാമെന്നും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്നുമുള്ള ചിന്ത നിങ്ങളിലേക്കുള്ള കാലം വരെ നിങ്ങളിൽ ഒരു കാര്യവും നേരെ ചൊവ്വെ വരികയുമില്ല. അപ്പോ വിന്ധ്യൻ അത്തരത്തിലൊരു വരം ചോദിച്ചു. ഭഗവാൻ മന്ദഹസിച്ചു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അയാൾക്ക് ആ വരം നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പർവ്വതരാജനായ വിന്ധ്യ, നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. കാരണം ആ ഒരു വിശേഷ ബുദ്ധി വിന്ധ്യന് നൽകി. ആ സമയത്ത് ഇന്ദ്രൻ തുടങ്ങിയ സകല ദേവന്മാരും ഋഷികളും അവിടെ വന്നെത്തി ഭഗവാനെ വന്ദിച്ചു. ഭഗവാനെ സ്ഥിരമായി ഇവിടെ തന്നെ വസിക്കണമെന്ന് അപേക്ഷിച്ചു. കാരണം അവിടെ പ്രകടമായിരിക്കുന്ന ഭഗവാന്റെ ഊർജം എന്താ നമുക്ക് തരുന്നേ? കാര്യസിദ്ധിക്കുള്ള വിശേഷ ബുദ്ധി തരുന്നൊരു ഊർജമാണ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അതായത് ഓംകാരത്തിൽ ദർശനം നടത്തുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്: എന്റെ മഹാദേവ, എനിക്ക് കാര്യസിദ്ധിക്ക് ഉതകുന്ന വിശേഷ ബുദ്ധി പ്രദാനം ചെയ്തു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ബുദ്ധി തെളിയും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകും. അല്ലാതെ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും ദുരിതങ്ങളും അല്ല പ്രാർത്ഥിക്കേണ്ടത്. ഓരോ ശിവലിംഗ സ്ഥാനത്തും പോയിട്ട് പ്രാർത്ഥിക്കേണ്ട രീതികളുണ്ട്. അതെങ്ങനെ അവിടെ ഉണ്ടായി എന്നുള്ളൊരു ചരിത്രം നോക്കിയിട്ട് ആ ചരിത്രത്തിന് ഉതകുന്ന രീതിയിൽ വേണം, അല്ലെങ്കിൽ ചരിത്രവുമായി അനുബന്ധിച്ചുള്ള രീതിയിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഓംകാരത്തിൽ പരമേശ്വരത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്: എനിക്ക് കാര്യസിദ്ധിക്കുതകുന്ന വിശേഷ ബുദ്ധി പ്രദാനം ചെയ്തു തരണേ എന്റെ അപ്പ ശംഭോ മഹാദേവ. ഇങ്ങനെ പ്രാർത്ഥിക്കൂ. അവിടെ ഈ പ്രാർത്ഥനയ്ക്കാണ് ഫലമുണ്ടാകുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനോട് അവിടെ വസിക്കാൻ അപേക്ഷിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ ജനങ്ങൾക്ക് സൗഖ്യം നൽകുന്നതിനായി അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓംകാരലിംഗം, അങ്ങനെ അത് 2 രൂപത്തിൽ വേർതിരിഞ്ഞ് പ്രണവത്തിൽ ഉണ്ടായിരുന്ന സദാശിവൻ ഓംകാരം എന്ന പേരിൽ പ്രസിദ്ധമായി. പാർത്ഥിവമൂർത്തിയാലുണ്ടായ ശിവജ്യോതിസിനെ പരമേശ്വരൻ എന്ന പേരും സിദ്ധിച്ചു. അങ്ങനെയാണ് ഓംകാരത്തിൽ പരമേശ്വരൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ ഒരു ശിവലിംഗമാണ് ഇവിടെ 2ആയി മാറിയത്. ഈ പരമേശ്വരനെ നാം അമലേശ്വരൻ എന്നും പറഞ്ഞു വരുന്നു. ദേവന്മാർ ഭഗവാനെ പൂജ നടത്തിയ ശേഷം അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി. വിന്ധ്യൻ പരമാനന്ദം അനുഭവിച്ചു. കാരണം വിശേഷ ബുദ്ധിയാണ് ലഭിച്ചിരിക്കുന്നത്. പരമാനന്ദം അനുഭവിച്ചു. അങ്ങനെ അയാൾ ആഗ്രഹിച്ച വരം നേടി സങ്കടത്തിൽ നിന്നും മുക്തി നേടി. ഓങ്കാരനും പരമേശ്വരനും ഭക്തന്മാർക്ക് ആഗ്രഹിക്കുന്ന ഫലം നൽകി വരുന്നു. കണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ വായിച്ചു പോയതിൽ നിന്ന് അല്ലെങ്കിൽ മുൻപ് പഠിച്ചതിൽ എന്താ, അവിടെ രോഗമുക്തി പിന്നെ മറ്റു പല വരങ്ങളുമാണ് ഓരോരുത്തും പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? പിന്നെ മോക്ഷം, ഇങ്ങനെ. പക്ഷെ ഇവിടെ ഓങ്കാരത്തിൽ എന്താണ്? ആഗ്രഹിക്കുന്ന ഫലം നൽകി വരുന്നു എന്നാ പറയുന്നത്. ഈ ആഗ്രഹിക്കുന്ന ഫലം നൽകണമെങ്കിൽ എന്താ വേണ്ടേ? അവിടെ പോയി എന്താ പ്രാർത്ഥിക്കേണ്ടേ? എനിക്ക് വീട് വേണം, അല്ലെങ്കിൽ എൻ്റെ മകൾ പാസ്സാവണം, എൻ്റെ മോന് UK അഡ്മിഷൻ കിട്ടണം, എൻ്റെ മകൻ അല്ലെങ്കിൽ അവന് ദുബായിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എനിക്ക് വിദേശത്ത് പോകണം. ഇങ്ങനെയൊക്കെയാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത്. അല്ല, അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് കാര്യസിദ്ധിക്കുതകുന്ന വിശേഷ ബുദ്ധി പ്രദാനം ചെയ്യണം. കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സിദ്ധിക്കുക, അത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധി എനിക്ക് ഉണ്ടാക്കി തരണം. ആ വഴിയിലേക്ക് സഞ്ചരിക്കുവാനുള്ള ബുദ്ധി എനിക്ക് നീ തരണം ഭഗവാനെ എന്ന് ആണ് ഓങ്കാരത്തിൽ പരമേശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള മറ്റു പ്രധാന ശിവലിംഗങ്ങളുടെ ഉത്ഭവവും അതിനെ സംബന്ധിച്ചുള്ള ഐതിഹ്യങ്ങളുമായി
ഐതിഹ്യങ്ങളുമായി ഇനിയുമുണ്ട്. കഴിവതും ഗുരു അത് വലിയ നിങ്ങൾക്ക് അധികം ആശയക്കുഴപ്പമില്ലാത്തതായി നോക്കിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും 1-2 തവണ കേട്ട് മനസ്സിലാക്കുക. ഓരോ ഇടത്തും പ്രാർത്ഥിക്കേണ്ട ഓരോ രീതികളുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളെ ഭവനത്തിലിരുന്ന ശിവലിംഗത്തിൽ നിങ്ങൾ ഏതാണോ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഒരാഴ്ചക്കാലം ഓങ്കാരത്തിൽ പരമേശ്വരനാണ് ഈ ശിവലിംഗമെന്ന് സങ്കല്പിച്ച് നിങ്ങൾ കാര്യസിദ്ധിക്കുതകുന്ന വിശേഷ ബുദ്ധി പ്രദാനം ചെയ്യണമെന്ന് ഒരാഴ്ച പ്രാർത്ഥിക്കൂ. മറ്റൊരു ദിവസം നിങ്ങൾ കേദാരത്തിലെ ശിവലിംഗമാണെന്ന് വിചാരിക്കൂ. മറ്റൊരു ദിവസം നിങ്ങൾ സൗരാഷ്ട്രയിലെ സോമേശ്വരം ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓരോ രൂപത്തിൽ നമുക്ക് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, നിങ്ങളിലുമുണ്ട്. എന്നും നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ വസിക്കട്ടെ. എല്ലാവർക്കും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സദ്ബുദ്ധിയും വിശേഷ ബുദ്ധിയും തരുമാറാകട്ടെ. നിങ്ങളെ എല്ലാ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നിങ്ങളിൽ എല്ലാവർക്കും കാര്യസിദ്ധിക്കുതകുന്ന വിശേഷ ബുദ്ധി ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര മഹാദേവ, ജയ ജയ മഹാദേവ. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ. ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര